ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ജെയിം അക്കാഡമി. ഇന്നത്തെ OET ലിസണിങ്ങിന്റെ സി പാർട്ടിലെ വീഡിയോയിൽ ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റൻ എടുത്തിട്ടുണ്ട്. ഇതേത് ക്വസ്റ്റൻ ആണെന്നും എങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റനെ അപ്രോച്ച് ചെയ്യാമെന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സോ വീഡിയോയിലേക്ക് കിടക്കാം. സോ നമുക്ക് ആദ്യം ഈ ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്കാം. ദ ഫസ്റ്റ് ടൈം ജോൺ മെറ്റ് ലൂസി ഹി ഫോംഡ് ദ ഇംപ്രഷൻ ദാറ്റ്. സോ ഫസ്റ്റ് ടൈം ജോൺ ലൂസിനെ കണ്ടപ്പോൾ ഹി ആരാണ്? ജോൺ ആണ് കേട്ടോ. സോ ജോൺ എന്ന് പറയുന്നത് ഈ പ്രസൻറ്റേഷൻ കൊടുക്കുന്ന ആളാണ്, പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. ലൂസി എന്ന് പറയുന്നത് ഒരു പേഷ്യൻറ്റിൻ്റെ എക്സാമ്പിളാണ്. സോ ജോൺ ഫോംഡ് ദ ഇംപ്രഷൻ ദാറ്റ് ഷീ ഫെൽറ്റ് അൺകംഫർട്ടബിൾ അബൌട്ട് റിവീലിംഗ് സർട്ടൻ ഇൻഫർമേഷൻ. സോ ലൂസി അൺകംഫർട്ടബിൾ ആയിരുന്നു ചില ഇൻഫർമേഷൻസ് റിവീൽ ചെയ്യാനായിട്ട്. ഷീ അണ്ടർസ്റ്റുഡ് വാട്ട് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇൻവോൾവ്ഡ്. സോ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് എന്ന് ലൂസിക്ക് മനസ്സിലായിരുന്നു. ഓക്കെ, ഷി വാസ് ട്രൈങ് ടു ഡു ടു മച്ച് അറ്റ് ഹോം. സോ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഷി വാസ് ട്രൈങ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് നമുക്കറിയാം ലിസണിങ്ങിൻ്റെ സി പാർട്ടിലൊക്കെ എല്ലാ ഓപ്ഷനും ഓഡിയോയിൽ പറയുന്നതായിട്ടും ഒന്നും പറയാത്തതായിട്ടും നമുക്ക് തോന്നാറുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഏത് ടൈപ്പ് ആണെന്ന് മനസ്സിലാക്കി ഓഡിയോ കേൾക്കാത്തത് കൊണ്ടാണ്. സോ ആദ്യം ഇതിൻ്റെ ഓഡിയോ ഒന്ന് നമുക്ക് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഏത് ടൈപ്പ് ആണെന്നും എങ്ങനെയാണ് ഇതിൻ്റെ ആൻസറിലോട്ട് എത്തേണ്ടതെന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സോ നമ്മൾ ഓഡിയോ കേട്ടു. ഇനി എന്താണ് ഈ ക്വസ്റ്റ്യൻ എന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. സോ ദ ഫസ്റ്റ് ടൈം ജോൺ മെറ്റ് ലൂസി, ഒരു സിറ്റുവേഷനാണ് കൊടുത്തിരിക്കുന്നത്. ലൂസിനെ ആദ്യം ജോൺ കണ്ടപ്പോൾ അതൊരു സിറ്റുവേഷനാണ്, ഒരു പ്രോപ്പർ സിനാരിയോ ആണ്. ഹീ ഫോം ദ ഇംപ്രഷൻ ദാറ്റ്. സോ ഒരു ഇംപ്രഷൻ ഫോം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ എങ്ങനെ അതിൻ്റെ ആൻസർ ഓഡിയോയിൽ കൊടുക്കും എന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണം. സോ ടു ഫോം ദ ഇംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡെവലപ്പ് എ ബിലീഫ് അല്ലെങ്കിൽ ഒപ്പീനിയൻ or a mental picture about a person, situation or a thing based on the observation അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. സോ എന്തെങ്കിലും ഒരു തരത്തിൽ ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു ബിലീഫ്, ഓക്കെ, നമ്മൾ വിശ്വസിക്കുകയാണ്, ഒരു കാര്യം നമ്മൾ വിശ്വസിക്കുകയാണ് ബേസ്ഡ് ഓൺ നമ്മുടെ എക്സ്പീരിയൻസ് ഒബ്സർവേഷൻ അനുസരിച്ച്. സോ ഇവിടെ ഓഡിയോയിൽ ജോൺ ലൂസിനെ ഒബ്സർവ് ചെയ്തതനുസരിച്ച് അല്ലെങ്കിൽ ജോൺ ലൂസിനെ കണ്ട സമയത്ത് ആ ആളുടെ സിറ്റുവേഷനും ആ ആളെക്കുറിച്ച് എന്ത് ഒപ്പീനിയനാണ്, എന്ത് ബിലീഫാണ് ഫോം ചെയ്തത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അതെങ്ങനെയായിരിക്കും ഓഡിയോയിൽ പറയുക? ഞാൻ എന്താണ് ലൂസിനെക്കുറിച്ച് മനസ്സിലാക്കിയതെന്ന്, അല്ലെങ്കിൽ എനിക്ക് എന്താണ് ലൂസിനെക്കുറിച്ച് മനസ്സിലായത്, ഒരു ജഡ്ജ്മെൻറ്റ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു ജഡ്ജ്മെൻറ്റ് ഫോം ചെയ്തതായിട്ട് എപ്പോൾ ഓഡിയോയിൽ പറയുന്നു അവിടെ വരും നമ്മുടെ ആൻസർ. ഓക്കെ, സോ എന്താണ് എനിക്ക് തോന്നിയത് ഈ ആളെക്കുറിച്ച്, ഓക്കെ, എന്താണ് എനിക്ക് മനസ്സിലായത് എന്ന് പറയണം. ഓക്കെ, അങ്ങനെ പറയുന്ന ഒരു സെൻറ്റൻസ് ആയിരിക്കും അവിടെ ആൻസർ ആയിട്ട് വരിക. സോ ഇവിടെ ഓഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് 2 months ആഫ്റ്റർ ഷീ സ്റ്റാർട്ടഡ് ടു ഫീൽ അൺവെൽ ലൂസി വാസ് റെഫേർഡ് ടു മൈ ക്ലിനിക്. സോ 2 months സിംറ്റം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എൻ്റെ ക്ലിനിക്കിൽ വന്നു. ദ ഫസ്റ്റ് ടൈം ഐ മെറ്റ് ഹർ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ, ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ. സോ ദ ഫസ്റ്റ് ടൈം ഐ മെറ്റ് ഹർ ഷീ വാസ് ക്ലിയർലി ഡിസ്ട്രെസ്ഡ്. സോ പേഷ്യൻ്റ് ഡിസ്ട്രെസ്ഡ് ആയിരുന്നു. ഷീ ട്രൈ ടു ക്യാരി ഓൺ ഡൂയിങ് ആസ് മച്ച് ആസ് പോസിബിൾ ക്യാരിങ് ഹർ ബേബി, സം ലൈറ്റ് ഹൗസ് വർക്ക് ആൻഡ് ഷോപ്പിംഗ്, ബട്ട് കുഡ് ഹാർഡ്ലി ഡു എനിത്തിങ് ബിക്കോസ് ഓഫ് ദ പെയിൻ. Her partner ended up doing everything and she felt embarrassed that she couldn't look after her baby. So ഇതൊക്കെ പറയുന്നത് ഓപ്ഷൻ സി റിലേറ്റഡ് ആണ്. ഷി വാസ് ട്രൈങ് ടു ഡു ടു മച്ച് അറ്റ് ഹോം എന്നുള്ളത്. പക്ഷേ ഇത് പറയുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ലൂസിനെ കണ്ടപ്പോൾ എന്ത് ഇംപ്രഷനാണ് ഫോം ചെയ്തത് എന്നുള്ളതല്ല. ഓക്കെ, ഫസ്റ്റ് ടൈം കണ്ട സമയത്ത് എന്താണ് നമുക്ക് തോന്നിയതെന്ന് പറയണം. സോ അടുത്ത സെൻറ്റൻസിൽ നോക്കുമ്പോൾ ഐ തിങ്ക്. സോ ഐ തിങ്ക് എന്ന് പറയുന്നത് എന്തിനെ കാണിക്കാനാണ്? ഒപ്പീനിയനെ കാണിക്കാനാണ്. ഐ ആരാണ്? ഈ പറയുന്ന ജോൺ ആണ്. സോ ജോണിൻ്റെ ഫീലിംഗ് അല്ലെങ്കിൽ ഒപ്പീനിയൻ ആണ് പറയുന്നത്. ദിസ് ഫീലിംഗ് വാസ് പെർട്ടിക്കുലർലി അക്യൂട്ട് ബിക്കോസ്. സോ എനിക്ക് തോന്നിയത്, എന്ത് ഇംപ്രഷനാണ് ഞാൻ ഫോം ചെയ്തതെന്ന് പറയുന്നത് ഈ സെൻറ്റൻസ് ആണ്. ഐ തിങ്ക് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട്. She obviously knew what was required and what it felt like to be strong and fit. She had been a keen runner, careful about her diet and rarely drank any alcohol. So ഇത് ഏത് ഓപ്ഷൻ ആണ്? ഓപ്ഷൻ ബി ആണ്. She obviously knew what was required and what it felt like to be strong and fit. So ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എങ്ങനെ ആയിരിക്കണം എന്ന് ഷീ ന്യൂ എന്ന് പറയുന്നത് ആണ് ഐ തിങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഇംപ്രഷൻ ഫോം ചെയ്തതായിട്ട് ജോൺ അവിടെ പറയുന്നത്. ഐ ഓൾസോ ഡിസ്കവേർഡ് ദാറ്റ് ഹർ മദർ who died a few years before had suffered from osteoporosis എന്നാണ്. സോ ഞാൻ ഡിസ്കവർ ചെയ്തു ഹർ മദർ ഡൈഡ് എ ഫ്യൂ ഇയേഴ്സ് ബിഫോർ എന്നുള്ളത്. അത് പേഷ്യൻ്റ് നേരത്തെ പറഞ്ഞിരുന്നില്ല, പ്രീവിയസ്ലി മെൻഷൻ ചെയ്തിരുന്നില്ലെന്നാണ് പറയുന്നത്. സോ ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്
ഷീ ഫെൽറ്റ് അൺകംഫർട്ടബിൾ അബൌട്ട് റിവീലിംഗ് ദാറ്റ് ഇൻഫർമേഷൻ എന്നാണ്. സോ ആ ഒരു ഇൻഫർമേഷൻ റിവീൽ ചെയ്തെന്നോ അത് റിവീൽ ചെയ്തപ്പോൾ അൺകംഫർട്ടബിൾ ആയെന്നോ അവിടെ പറയുന്നില്ല. സോ അതുകൊണ്ടാണ് എ വരാത്തത്. ഓക്കെ, ആ ഒരു ഇൻഫർമേഷൻ പേഷ്യൻ്റ് നേരത്തെ പറഞ്ഞിരുന്നില്ല, ഞാനത് കണ്ടുപിടിച്ചു. അപ്പോൾ ഐഡിയ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. സോ എ വരില്ല, സിയും വരില്ല. കാരണം സി ഒരു ഇംപ്രഷൻ ഫോം ചെയ്തതായിട്ടുള്ളൊരു രീതി അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന ഐഡിയയും ഡിഫറെൻ്റ് ആണ്. സോ ഷീ ട്രൈ ടു ഡു തിങ്സ് ബട്ട് ഹെർ പാർട്ട്ണർ എൻഡഡ് അപ്പ് ഡൂയിങ് എന്നാണ് പറയുന്നത്, ലൂസ് ചെയ്തു എന്നല്ല പറയുന്നത്. സോ അതുകൊണ്ട് സിയും വരില്ല. അത് മാത്രമല്ല, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ജോൺ എന്ത് ഇംപ്രഷനാണ് ഫോം ചെയ്തതെന്നാണ്. സോ ഐ തിങ്ക് എന്ന് പറഞ്ഞിട്ട് ജോണിൻ്റെ ഒപ്പീനിയൻ പറയുന്നത് എവിടെയാണോ അവിടെയായിരിക്കും നമ്മുടെ ആൻസർ വരിക. ഐ തിങ്ക് ദിസ് ഫീലിംഗ് വാസ് പെർട്ടിക്കുലർലി അക്യൂട്ട് ബിക്കോസ് ഷീ ഒബ്വിയസ്ലി ന്യൂ വാട്ട് ഷീ വാസ് റിക്വയർഡ് ആൻഡ് വാട്ട് ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ടു ബി സ്ട്രോങ് ആൻഡ് ഫിറ്റ്. ഷീഡ് ബീൻ എ കീൻ റണ്ണർ, കെയർഫുൾ അബൌട്ട് ഹെർ ഡയറ്റ് ആൻഡ് റെയർലി ഡ്രാങ്ക് എനി ആൽക്കഹോൾ. ഇത് എന്ത് ഓപ്ഷൻ റിലേറ്റഡ് ആണ്? ബി ഓപ്ഷൻ റിലേറ്റഡ് ആണ്. സോ ബി ഓപ്ഷനാണ് അവിടെ പറയുന്നത് മനസ്സിലാക്കുക. ആൻഡ് ക്വസ്റ്റ്യൻ അനുസരിച്ചാണ് ആൻസർ കൊടുത്തിരിക്കുന്നതെന്നൂടെ മനസ്സിലാക്കിയാലേ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. സോ നമ്മൾ ചെയ്യേണ്ടത് സി പാർട്ടിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഏത് ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്, അതിൻ്റെ ആൻസർ എങ്ങനെയാണ് ഓഡിയോയിൽ പറയുക എന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓഡിയോ കേൾക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. എവിടെ എപ്പോൾ എങ്ങനെ ആൻസർ കൊടുക്കും എന്നൊരു ഐഡിയ കിട്ടും. ഓക്കെ, സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ ടൈപ്പിനനുസരിച്ച് എങ്ങനെ ആൻസർ കൊടുക്കും, എങ്ങനെ ഓഡിയോ കേൾക്കണം എന്നൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.